ഓം ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മൾ ഈ ഗ്രഹയോഗങ്ങൾ തന്നെയാണ്. അതിനകത്ത് കാലസർപ്പയോഗം, പിന്നെ കാളസർപ്പയോഗം എന്നും ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അതാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കമാണ് കാലസർപ്പയോഗം. അത് ഇത് പറഞ്ഞ മുൻ ജന്മത്തിൽ കാര്യലാഭത്തിനായി നമ്മളോ നമ്മുടെ പൂർവികരോ ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയാലോ അഥവാ തെറ്റായ രീതിയിൽ ആരാധന നടത്തിയതിനാലോ ദേവപ്രീതിക്ക് പകരം കിട്ടുന്ന ശാപമാണ് ഈ യോഗമായി വരുന്നതാണ് ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഗ്രഹനിലയിലെ രാഹുവും കേതുവിന്റെ ഇടയിൽ, രാഹുവിന്റെയും കേതുവിന്റെ ലഗ്നവും ഗുളികനും അടക്കം സപ്തഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ രവി, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, ഇത്രയും ഗ്രഹങ്ങളും ലഗ്നവും ഗുളികനും അടക്കം അതിന്റെ ഉൾഭാഗത്ത് വരുന്ന പ്രതിഭാസത്തിനാണ് കാലസർപ്പയോഗം എന്ന് പറയുന്നത്. ഗ്രഹങ്ങളൊക്കെ രാഹുവിന്റെയും കേതുവിന്റെ ഇടയിൽ വരും, ഉള്ളിലായിട്ട്, പുറത്തല്ല. അതിനാണ് കാലസർപ്പയോഗം എന്ന് പറയുന്നത്. ഭാവത്തിലും ഇങ്ങനെയായിരിക്കും. ഭാവചക്രം നമ്മൾ ഉണ്ടാക്കിയാലും, ഗ്രഹനില ഭാവചക്രം ഉണ്ടാക്കിയാലും, ചക്രം ഉണ്ടാക്കിയാലും ഇതുപോലെ തന്നെ വരും. അതാണ് കാലസർപ്പയോഗം. ഇത് തലമുറകളെ ബാധിക്കും, തലമുറകൾ നീണ്ടു നിൽക്കും. അത് ഈ യോഗം കാലവുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്നു. അതുകൊണ്ടാണ് തലമുറകളെ ബാധിക്കുമെന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്തെല്ലാം സുഖങ്ങൾ ഉണ്ടായാലും അസ്വസ്ഥത അനുഭവപ്പെടുക, അസ്വസ്ഥയുടെ അവസ്ഥ എന്ത് തന്നെയായാലും അസ്വസ്ഥത ഉണ്ടാകുക, അത് ഇതിൻ്റെ ഒരു അവസ്ഥയായിരിക്കും. പിന്നെ കടബാധ്യത, മാനഹാനി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ, സന്തതി ദോഷം, ഇവയും ഫലങ്ങളാണ്. പിന്നെ പൊതുവെ അടിക്കടി വരുന്ന രോഗങ്ങൾ, അതുപോലെ രോഗങ്ങൾ ഉണ്ടെന്ന് തോന്നുക, ചെന്ന് നോക്കി കഴിയുമ്പോൾ രോഗങ്ങളില്ല, അതുപോലുള്ളൊരവസ്ഥ, കടബാധ്യത, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇവയും സന്താന ദുരിതവും അനുഭവപ്പെടും ഈ യോഗമുള്ളവർക്ക്. ചിലപ്പോൾ വിവാഹം തന്നെ ഉണ്ടായില്ലെന്ന് വരാം. ഒന്നിനും സംതൃപ്തി ഉണ്ടാകാതിരിക്കുക, ഒരു കാര്യത്തിനും സംതൃപ്തി ഉണ്ടാകില്ല. അസുഖങ്ങൾ ഉണ്ടെന്ന് തോന്നുക, നേരത്തെ പറഞ്ഞു, ഇവയും ഈ യോഗ ഫലങ്ങളാണ്. ശാരീരിക മാനസിക സുഖങ്ങൾ കുറയുമെങ്കിലും അസാധാരണ കർമ്മശേഷിയും ബുദ്ധിയും ഉള്ളവരായിരിക്കും ഇവർ. അതുകൊണ്ട് തങ്ങളുടെ ദുരിതാവസ്ഥ തിരിച്ചറിയാനും മറികടക്കാനും ഇവർക്ക് സാധിക്കും. ഈ യോഗമുള്ളവർക്ക് അങ്ങനെ സാധിക്കും. പിന്നെ കാലസർപ്പയോഗം ആയുസിനെ ബാധിക്കില്ല. മധ്യമ ആയുസ് പിന്നിട്ട് ഇവർക്ക് മരണം വരും. 60 വയസ്സിന് ശേഷം ഇവർക്ക് മരണം ഉണ്ടാവുള്ളൂ. അതുപോലെ ഈ ഗ്രന്ഥങ്ങളിലെ 12 വിധത്തിലുള്ള കാലസർപ്പയോഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് അനന്ത കാലസർപ്പയോഗം, പിന്നെ ഗുളിക കാലസർപ്പയോഗം, വാസുവി കാലസർപ്പയോഗം, ശംഖപാല, പത്മപാല, പത്മ, തക്ഷക കാലസർപ്പയോഗം, കാർക്കോടക കാലസർപ്പയോഗം, ശംഖചൂട, ഘാതക, വിഷധാര, ശേഷനാഗ കാലസർപ്പയോഗം. ഇങ്ങനെ 12 ഫലങ്ങളുമാണ്. ഇത് പൊതുവായ ഫലങ്ങളല്ല. അത് കൂടാണ്ട് 12 സൈസിലുള്ള ഫലങ്ങൾ വേറെ ഇതിന് വരും. പിന്നെ കാലസർപ്പദോഷ പരിഹാരത്തിന് ഏറ്റവും ഉചിതമായ സ്ഥലം, ഇത് പരിഹാരം കൊണ്ട് മാറി ഒരു പരിധിവരെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു യോഗമാണ്. അത് ഏറ്റവും ഉചിതമായ പുണ്യക്ഷേത്രം കാളഹസ്തീശ്വര ക്ഷേത്രമാണ്. ഇത് ആന്ധ്രയിലെ ചിറ്റൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രമുള്ളത്. അവിടെ രാഹു പൂജയും കാലാതവർത്തിയായ കാളഹസ്തേശ്വരന് ശംഖാഭിഷേകം കഴിക്കണം. അവിടെ രാഹു പൂജ, അപ്പൊ തലേ ദിവസം പോയി അവിടെ ഈ ഭജന ഇരിക്കണ പോലെ ഇരുന്ന് ഒരു ദിവസം അവിടെ കഴിഞ്ഞ് ഈ രാഹു പൂജയും ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവര് വച്ചിട്ടുണ്ടാവും. കാലാധിപത്യായ കാളഹസ്തേശ്വരന് ശംഖാഭിഷേകം നടത്തണം, സർപ്പ ആരാധന നടത്തുക.
അതും ഉചിതമായിരിക്കും. അതായത് ഐല്യം പൂജ തുടങ്ങിയ നൂറുംപാലും ഐല്യം പൂജ, അതുപോലെ ഈ നമ്മുടെ പക്കപ്പിറന്നാൾ തോറും രാഹുഗ്രഹ പുഷ്പാഞ്ജലി, ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഗുണം ചെയ്യും. അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ എപ്പോഴും സർപ്പാരാധന ഏറ്റവും നല്ലൊരു ഇതായിരിക്കും. സർപ്പാരാധനയൊക്കെ നടത്തി അങ്ങനെ ചെയ്ത് തിരിച്ചറിഞ്ഞ്, അതുപോലെ ഇവർക്ക് വേറെ കുഴപ്പമുണ്ട്, ഇവർ ഒരുപാട് കാശുണ്ടാക്കുക, അത് മുഴുവൻ നശിക്കുക. അപ്പൊ അത് നശിക്കാണ്ടിരിക്കാനുള്ള എന്തെങ്കിലും പദ്ധതികൾ തയ്യാറാക്കി സൂക്ഷിച്ചാൽ മതി. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. ഇതാണ് കാലസർപ്പയോഗം എന്ന് പറയുന്ന ഒരു യോഗം. അപ്പൊ ഞങ്ങളുടെ ഈ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മുഴുവനായി കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.